എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മുംബൈയിലെ ചരിത്രപ്രസിദ്ധമായ വാങ്കഡെ സ്റ്റേഡിയം ഇന്ത്യ-USA മത്സരശേഷം സാക്ഷ്യം വഹിച്ചത് വെറുമൊരു ക്രിക്കറ്റ് മത്സരത്തിനല്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്താളുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന പണത്തിന്റെ ഒരു പെരുമഴയ്ക്കാണ്. 2026 T20 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ അമേരിക്കയെ തകർത്തെറിഞ്ഞ ഇന്ത്യ നേടിയത് 29 റൺസിന്റെ ആവേശകരമായ വിജയമാണ്. എന്നാൽ യഥാർത്ഥ കളി തുടങ്ങിയത് മത്സരം അവസാനിച്ച ശേഷമായിരുന്നു. ICC ചെയർമാനും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ശക്തനായ മനുഷ്യനുമായ ജയ് ഷാ വാങ്കഡയിൽ തുറന്നുവിട്ടത് സമ്മാനങ്ങളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, മുഹമ്മദ് സിറാജ്, അർഷ്ദീപ് സിംഗ് എന്നിവർക്കുമേൽ അക്ഷരാർത്ഥത്തിൽ നോട്ടുകൾ പെയ്യുകയായിരുന്നു എന്ന് വേണം പറയാൻ. ജയത്തിനുശേഷം 100 കോടി രൂപയുടെ ആ മെഗാ പ്രഖ്യാപനം കേട്ട് ക്രിക്കറ്റ് ലോകം ഒന്നാകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. മത്സരത്തിന്റെ തുടക്കത്തിൽ വാങ്കഡയിലെ അവസ്ഥ ഒരു ശ്മശാന മൂകതയായിരുന്നു. 77 റൺസിന് ഇന്ത്യയുടെ 6 വൻമരങ്ങൾ കടപുഴകി വീണപ്പോൾ 140 കോടി ജനങ്ങളും തോൽവി ഉറപ്പിച്ചിരുന്നു. ഒരു നാണം കെട്ട പരാജയത്തിന്റെ വക്കിൽ അപമാനഭാരത്താൽ തലകുനിച്ചു നിൽക്കുകയായിരുന്നു ടീം ഇന്ത്യ. എന്നാൽ അവിടെ നിന്നാണ് വാങ്കഡയുടെ ചരിത്രം തിരുത്തിയ ആ ഉയർത്തെഴുന്നേൽപ്പുണ്ടായത്. തോൽവി ഉറപ്പിച്ചയിടത്ത് നിന്ന് വിജയം പിടിച്ചെടുത്ത ആ പോരാട്ടവീര്യം ജയ് ഷായുടെ പോലും മനം കവർന്നു. മുംബൈയിലെ കൊടും ചൂടിനെയും സമ്മർദ്ദത്തെയും അതിജീവിച്ച് വിജയം കൈപ്പിടിയിലൊതുക്കിയ നിമിഷം മൈതാനത്തിന്റെ മധ്യത്തിൽ നടന്ന പ്രസന്റേഷൻ ചടങ്ങ് കണ്ട് കണ്ണ് തള്ളാത്തവരായി ആരുമുണ്ടാകില്ല. BCCI ഉദ്യോഗസ്ഥരും 10,000-കണക്കിന് ആരാധകരും സാക്ഷിയാക്കി ജയ് ഷാ സമ്മാനങ്ങളുടെ കെട്ടഴിച്ചു. ആദ്യം വേദിയിലെത്തിയത് മറ്റാരുമല്ല, മുങ്ങിക്കൊണ്ടിരുന്ന ഇന്ത്യൻ കപ്പലിനെ ഒറ്റയ്ക്ക് കരക്കടുപ്പിച്ച നായകൻ സാക്ഷാൽ സൂര്യകുമാർ യാദവ്. 77-ൽ 6 വിക്കറ്റ് പോയപ്പോൾ കപ്പൽ മുങ്ങാതെ കാത്തത് നായകനായിരുന്നു. 49 പന്തുകളിൽ 10 ഫോറും 4 കൂറ്റൻ സിക്സറുകളുമടക്കം 84 റൺസ് നേടി പുറത്താകാതെ നിന്ന സൂര്യ അമേരിക്കൻ ബൌളർമാരെ വാങ്കഡയുടെ മുക്കിലും മൂലയിലും അടിച്ചോടിച്ചു. ഈ പ്രകടനത്തിന് മാൻ ഓഫ് ദി മാച്ചായ സൂര്യയ്ക്ക് ജയ് ഷാ സമ്മാനിച്ചത് 25 ലക്ഷം രൂപയുടെ പ്രത്യേക ക്യാഷ് അവാർഡാണ്. ആ ചെക്ക് കൈമാറുമ്പോൾ സൂര്യയുടെ കണ്ണുകളിലെ തിളക്കം ആ പണത്തിൻ്റേതായിരുന്നില്ല, മറിച്ച് രാജ്യം മുഴുവൻ കൈവിട്ടിട്ടും തളരാതെ പൊരുതിയ ആത്മവിശ്വാസത്തിൻ്റേതായിരുന്നു. പിന്നാലെ എത്തിയത് ബൌളിംഗ് നിരയിലെ തീപ്പൊരികളാണ്. ഹർഷിത് റാണയ്ക്ക് പെട്ടെന്ന് പരിക്കേറ്റപ്പോൾ പകരക്കാരനായി ടീമിലെത്തിയ മുഹമ്മദ് സിറാജ് താൻ ഒരു ബിഗ് മാച്ച് പ്ലെയറാണെന്ന് തെളിയിച്ചു. തന്റെ 4 ഓവറിൽ വെറും 29 റൺസ് മാത്രം വഴങ്ങി 3 നിർണായക വിക്കറ്റുകളാണ് സിറാജ് പിഴുതെറിഞ്ഞത്. ഈ ഉജ്ജ്വല തിരിച്ചുവരവിന് 15 ലക്ഷം രൂപയാണ് സിറാജിന് സമ്മാനമായി ലഭിച്ചത്. ഒപ്പം അമേരിക്കൻ ക്യാപ്റ്റൻ മൊണാങ് പട്ടേലിനെ 0-ന് പുറത്താക്കി തുടക്കത്തിലെ എതിരാളികളുടെ നടുവൊടിച്ച അർഷ്ദീപ് സിംഗിന്റെ സ്വിംഗ് മാജിക്കിന് 1 ലക്ഷം രൂപയുടെ പാരിതോഷികവും ലഭിച്ചു. പവർ പ്ലേയിൽ ഇവർ സൃഷ്ടിച്ച സമ്മർദ്ദമാണ് വിജയത്തിന് അടിത്തറയിട്ടതെന്ന് ജയ് ഷാ എടുത്തു പറഞ്ഞു. ഈ ആഘോഷങ്ങൾക്കിടയിലും ജയ് ഷാ പറഞ്ഞ മറ്റൊരു കാര്യം കേരളക്കരയാകെ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ്. സാക്ഷാൽ സഞ്ജു സാംസണെക്കുറിച്ചായിരുന്നു ആ പരാമർശം. ടീം തകർച്ചയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ജയ് ഷായുടെ മനസ്സ് സഞ്ജുവിനെ ഓർത്തുപോയി. അദ്ദേഹം സഞ്ജുവിനെ ഓർത്തു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നൊരു പക്ഷേ സഞ്ജു സാംസൺ പ്ലേയിങ് 11-ൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ വാങ്കഡയിലെ സ്കോർ ബോർഡ് ഇതിലും വലുതാകുമായിരുന്നു. നിർഭാഗ്യവശാൽ അവൻ ഇന്ന് കളിക്കാൻ സാധിച്ചില്ല. എന്നാൽ വരും മത്സരങ്ങളിൽ സഞ്ജുവിന് അവസരം ലഭിക്കുക തന്നെ ചെയ്യും. കാരണം ഇത്തരം സമ്മർദ്ദഘട്ടങ്ങളെയും തകർച്ചകളെയും തന്റെ ബുദ്ധിപരമായ ടാക്ടിക്സ് കൊണ്ട് മറികടക്കാൻ സഞ്ജുവിനെ പോലൊരു ജീനിയസിന് മാത്രമേ സാധിക്കൂ. ജയ് ഷായുടെ ഈ വാക്കുകൾ സഞ്ജു ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. എന്നാൽ സുഹൃത്തുക്കളെ, ഇതൊന്നുമായിരുന്നില്ല ഇന്നത്തെ ഹൈലൈറ്റ്. പ്രസന്റേഷൻ ചടങ്ങിലെ യഥാർത്ഥ ക്ലൈമാക്സ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മൈക്ക് കയ്യിലെടുത്ത ജയ് ഷാ വാങ്കഡെ സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന, ലോക ക്രിക്കറ്റിനെ തന്നെ ഞെട്ടിക്കുന്ന ആ ചരിത്ര പ്രഖ്യാപനം നടത്തി. സ്റ്റേഡിയം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു നിന്ന നിമിഷം ജയ് ഷായുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ ഈ വിജയം തെളിയിക്കുന്നത് ഇന്ത്യൻ ടീം സമ്മർദ്ദങ്ങളിൽ തകരില്ല, മറിച്ച് കൂടുതൽ കരുത്താർജിക്കും. കളിക്കാരുടെ ഈ വിയർപ്പിനും ത്യാഗത്തിനും 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കും വിലയുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, 2026 T20 ലോകകപ്പ് കിരീടം ഇന്ത്യ സ്വന്തമാക്കിയാൽ ടീമിന് മൊത്തമായി BCCIയും ICCയും ചേർന്ന് 100 കോടി രൂപ പാരിതോഷികമായി നൽകും. ഈ വാക്കുകൾ കേട്ടതും ഗാലറിയിൽ ഇന്ത്യ ഇന്ത്യ വിളികൾ ഇടിമുഴക്കം പോലെ അലയടിച്ചു. ഇത് വെറും ഒരു ഓഫറല്ല, മറിച്ച് കളിക്കാരുടെ ചോരയ്ക്കും നീരിനും നൽകുന്ന വിലയാണ്. 100 കോടി എന്ന ഈ മാന്ത്രിക സംഖ്യ കേട്ടതോടെ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ പോലും ആവേശമാണ് പൊട്ടി. സൂര്യകുമാറും സംഘവും ഇനി കളിക്കുന്നത് വെറും ട്രോഫിക്ക് വേണ്ടിയല്ല, മറിച്ച് ചരിത്രം കുറിക്കാനും ആ 100 കോടിയുടെ തിളക്കത്തിലേക്കുമാണ്. വാങ്കഡയിൽ ഇന്ന് കണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമാണ്. വെറും 29 റൺസിന്റെ ജയം മാത്രമല്ല, ക്രിക്കറ്റ് ലോകത്തെ സാമ്പത്തിക സമവാക്യങ്ങൾ കൂടി ജയ് ഷാ ഇന്ന് തിരുത്തി കുറിച്ചിരിക്കുന്നു. സൂര്യയുടെ ക്യാപ്റ്റൻസിയിൽ ജയ് ഷായുടെ ഈ വമ്പൻ വാഗ്ദാനവും നെഞ്ചിലേറ്റി ഇന്ത്യ ലോകകപ്പ് ഉയർത്തുമോ?
100 കോടിയുടെ ഈ മാസ്റ്റർ സ്ട്രോക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സഞ്ജുവിന് വരും അവസരം ലഭിക്കണോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.